ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണും. ഇനി ഇതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടോ? അത്തരം പരിശോധനകളും പൊട്ടാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സെക്യൂർ ചെയ്തിട്ടാണ്, എന്നാലും സൂക്ഷിക്കണം. പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, പിന്നെ സംസാരിച്ചിട്ടില്ല. ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അല്ല, അത് ദേവസ്വം മന്ത്രി വരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷന് വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് നവമി ദിനേശ് ആശുപത്രിയിലുണ്ട്. നവമി, തുടരാം. രഞ്ജിത്ത്, എന്തായാലും ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്നൊരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൺഫ്യൂഷൻ വന്നത് അത് സുബ്രഹ്മണ്യന്റേതാണെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇന്നലെ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലോട്ടറി, അതോടൊപ്പം തന്നെ കയ്യിൽ ഏലസ്, ഒരു തുണി, അങ്ങനെ 3 അടയാളങ്ങളായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അവരിന്നലെ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹമാണെന്നുള്ളൊരു അവകാശവാദവുമായി മറ്റൊരു കുടുംബം എത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു കാലതാമസം അവർക്ക് മൃതദേഹം വിട്ടി നൽകുന്നതിലുണ്ടായി. എന്തായാലും അതിപ്പോൾ സുബ്രഹ്മണ്യന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം തിരിച്ചറിഞ്ഞു. അതെ, അത് ഇന്നലെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ പിന്നെ നമ്മൾ രാവിലേക്ക് DNA ടെസ്റ്റ് ചെയ്തിട്ട് പരിശോധിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു മുഖം അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നുമില്ല. ഈ ബാക്ക് ഭാഗത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ആളെ കസിനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ കുളത്തൂരുള്ള പെരിന്തൽമണ്ണ കുളത്തൂരിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആളെ മുഖം കണ്ടതിന് ഏകദേശം ആള്, കാരണം കാര്യമായിട്ട് പരിക്കളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ പുറത്ത് മാത്രം ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഉറപ്പാണ്. പിന്നെ അദ്ദേഹം ഏലസ്, ചരട്, അദ്ദേഹം ഉപയോഗിച്ച തോർത്തുമുണ്ട്, പിന്നെ അദ്ദേഹം ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവമാണ്. ലോട്ടറി ഇതൊക്കെ അദ്ദേഹത്തിന്റെ അവര് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഇന്നലെ കൺഫേം ആക്കിയതാ. പിന്നെ സംശയത്തിന്റെ പേര് നിർത്തിയത് മാത്രം. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.